ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്ക് അരീന. ഇത്തവണത്തെ IPL കിരീടം RCB ആണ് സ്വന്തമാക്കിയത്. കലാശ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു RCB തങ്ങളുടെ കിരീട വരൾച്ചയ്ക്ക് വിരാമം കുറിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഹൗലിഹൻ ലോക്കി എന്ന മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള സ്പോർട്ടിംഗ് ലീഗായി കൊണ്ട് മാറാൻ ഇപ്പോൾ IPLന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ IPLന്റെ മൂല്യം $18.5 ബില്യൺ ആണ്. ഇത്രയധികം മൂല്യമുള്ള ഒരു കോമ്പറ്റീഷൻ ഇപ്പോൾ കായിക ലോകത്ത് മറ്റെവിടെയും ഇല്ല എന്നാണ് ഹൗലിഹൻ ലോക്കി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വലിയ ഒരു കുതിപ്പ് തന്നെയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടത്തിയിട്ടുള്ളത്. ഇനി IPLന്റെ അകത്തുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ IPLൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ടീം അത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു. എന്നാൽ ഇത്തവണത്തെ ജേതാക്കളായ RCB അവരെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനം കൈക്കലാക്കിയിട്ടുണ്ട്. നിലവിൽ ഒന്നാം സ്ഥാനത്ത് RCB ആണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. ഈ മൂല്യത്തിൽ ഏറ്റവും കൂടുതൽ വർധനവ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് പഞ്ചാബ് കിങ്സ് ആണ്. 39.6% വർധനവാണ് അവർക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇത്തവണത്തെ ഫൈനലിൽ എത്തിയത് തീർച്ചയായും പഞ്ചാബ് കിങ്സിന് വളരെയധികം ഗുണം ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും IPLലെ ഏറ്റവും മൂല്യമുള്ള ടീമുകളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാം സ്ഥാനത്ത് RCB ആണ് വരുന്നത്. 269 മില്യൺ ആണ് അവരുടെ ഒരു മൂല്യമായി കൊണ്ട് വരുന്നത്. ഡോളറിന്റെ കണക്കാണ്. രണ്ടാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് 242 മില്യൺ. ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഉള്ളത്. 235 മില്യൺ ആണ് ഉള്ളത്. അവരുടെ മൂല്യം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. നാലാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 227 മില്യൺ ഡോളർ. അഞ്ചാം സ്ഥാനത്ത് SRH 154 മില്യൺ. ആറാം സ്ഥാനത്ത് DC 152 മില്യൺ. ഏഴാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് 146 മില്യൺ. എട്ടാം സ്ഥാനത്ത് ഗുജറാത്ത് 142 മില്യൺ. ഒൻപതാം സ്ഥാനത്ത് PBKS 141 മില്യൺ. പത്താം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസ് 122 മില്യൺ. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. RCB ഒന്നാം സ്ഥാനത്തും മുംബൈ ഇന്ത്യൻസ് രണ്ടാം സ്ഥാനത്തും CSK മൂന്നാം സ്ഥാനത്തുമാണ് വരുന്നത്. ഏതായാലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു IPL തന്നെയാണ് ഇത്തവണ കടന്നു പോയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.